സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഡേറ്റ കണക്ഷൻ എടുക്കണമെന്നുള്ള ഒരു നിയമം ഇന്ത്യയിലുള്ള എല്ലാ ടെലിഫോൺ കമ്പനികളും വെച്ചിരിക്കുകയാണ്. അതായത് 2G ഫോൺ ഉപയോഗിക്കുന്ന ആളുകളും അതെടുക്കണമെന്നുള്ളൊരു നിയമം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ 2G ഫോണിലൊന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടില്ല. പക്ഷേ ഇൻ്റർനെറ്റ് കണക്ഷൻ നിർബന്ധമായിട്ടും അവർക്കും കൊടുക്കുകയാണ്. ഇതുമൂലം അവർക്കതുകൊണ്ട് പ്രയോജനമില്ല, പക്ഷേ അതിൻ്റെ പൈസ അടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ട്രൈ ടെലികോം കമ്പനികളോട് ഒരു പുതിയൊരു പരിഷ്കാരം പറഞ്ഞിരിക്കുകയാണ്. വോയിസ് കോളിനും SMS-നും മാത്രമേ റീചാർജ് പ്ലാനുകൾ വേണം. ഡേറ്റ വാങ്ങാൻ ഉപഭോക്താക്കളെ നിർബന്ധിക്കരുത്. അപ്പോൾ ഇത് ഒരു അടിപൊളി ആശയമാണ്. കാരണം വേണ്ടാത്തവർക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ടെലികോം കമ്പനികളുടെ ഒരു ബിസിനസ് ടെക്നിക്കാണ്. ആവശ്യമില്ലാത്തവർക്കും ഡേറ്റ പ്ലാൻ കൊടുക്കുകയാണ്. ആ കെയർ ഓഫിൽ അവർക്ക് അതിൻ്റെ കാശും വാങ്ങാമല്ലോ. ദശലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലുള്ള ടെലികോം കമ്പനികൾക്ക് കിട്ടുന്നത്. ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ടാക്സും അപ്രകാരം തന്നെയാണ്. ലക്ഷം കോടിയിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ആളുകൾ ഓരോ ദിവസവും അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൈസയ്ക്ക് ഒരു നഷ്ടവുമില്ല. ഇതിനിടയിൽ ഹംഗാമ എന്നും ഓഫറെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിൻ്റെ അകത്തുനിന്ന് 1 രൂപയ്ക്ക് അടിച്ചു മാറ്റുന്ന കമ്പനികളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പുമാണ്. സാധാരണക്കാരനെ ഏതൊക്കെ രീതിയിൽ പിഴിയാമോ. കാരണം ടെലിഫോൺ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പണം കമ്പനികൾ അടിച്ചു മാറ്റുന്നത്. കാരണം ടെലിഫോൺ ചാർജ് ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാരണം ഫോൺ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ, മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് നന്നായി മുതലാക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്.